ഹാബിറ്റാറ്റ് ഇക്കോളജി എന്ന മോഡ്യൂളിൽ വരുന്ന ഇക്കോളജിക്കൽ നിഷ് എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിഷ് എന്താണെന്ന് നോക്കാം. ദ റോൾ ഓഫ് ആൻ ഓർഗാനിസം ഇൻ ദ എക്കോസിസ്റ്റം ഈസ് കോൾഡ് നിഷ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു ജീവി നിർവഹിക്കുന്ന ചുമതലകളെയാണ് ഇക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത്. The actions of an organism define its role in the ecosystem. ഓരോ ജീവജാലത്തിൻ്റെയും ആക്ഷൻസ്, പ്രവർത്തനങ്ങളാണ് അതിൻ്റെ റോളായിട്ട് കണക്കാക്കുന്നത്. എ നിഷ് ഈസ് മോർ ദാൻ ജസ്റ്റ് ദ ഹാബിറ്റാറ്റ് ഓഫ് ആൻ ഓർഗാനിസം ലീവ്സ് ഇൻ. ഇറ്റ് ഓൾസോ വാട്ട് ദാറ്റ് ഓർഗാനിസം ഡസ് വിത്ത് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ഒരു ഹാബിറ്റാറ്റിൽ ഒരു ജീവജാലം എങ്ങനെ ജീവിക്കുന്നു എന്നതിലുപരി ഏത് തരത്തിലാണ് ആ ഹാബിറ്റാറ്റിനെ ജീവജാലം ഉൾക്കൊള്ളുന്നത് എന്നതാണ് നിഷ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ നിഷ് ഇൻക്ലൂഡ് ബോത്ത് ദ എബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ഒരു നിഷിൽ ജീവജാലം ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്നത് അതിൻ്റെ ബയോട്ടിക്കായിട്ടും എബയോട്ടിക്കായിട്ടുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. ഓൾ ദ എബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ് ടേക്കൺ ടുഗദർ ഡിഫൈൻ ദ ഓർഗാനിസംസ് നിഷ്. ഒരു ജീവജാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ നിഷ് എന്നത് അതിൻ്റെ ചുറ്റുപാടിൽ നിന്നും സ്വീകരിക്കുന്ന ബയോട്ടിക്കായിട്ടും എബയോട്ടിക്കായിട്ടുള്ള ഫാക്ടേഴ്സിന് അനുസൃതമായിരിക്കും. ബയോട്ടിക് ഫാക്ടേഴ്സ്, ഫുഡ് സോഴ്സ് ആൻഡ് പ്രിഡേറ്റേഴ്സ്. എബയോട്ടിക് ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സൺലൈറ്റ് ആൻഡ് വാട്ടർ. ഇവിടെ ബയോട്ടിക് ഫാക്ടേഴ്സിൽ വരുന്നത് പ്രധാനമായിട്ടും ഫുഡ് സോഴ്സും പ്രെഡേറ്റേഴ്സുമാണ്. ഒരു ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ജീവിക്ക് ലഭ്യമാകുന്ന ഭക്ഷണവും ആ ജീവിയെ ഇരയാക്കുന്ന ജീവിയും ആ ജീവിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പോൾ ഒരു ജീവി അത്തരം ഭക്ഷണം കണ്ടെത്തുന്നതിനും അതിൻ്റെ പ്രെഡേറ്ററിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ നിഷ് എന്ന പ്രവൃത്തിയിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതുപോലെ എബയോട്ടിക് ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സൺലൈറ്റ്, വാട്ടർ എന്നിവ, അതായത് ഒരു ജീവിയുടെ ചുറ്റുപാടിൽ അതിൻ്റെ ജീവിതത്തിന് തന്നെ കാരണമാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായ ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് ലൈറ്റ്, വാട്ടർ എന്നിവ ആ ജീവി ആ ചുറ്റുപാടിൽ ജീവിക്കുന്നതിന് ഏത് റോൾ നിർവഹിക്കണമെന്ന കാര്യത്തിലും ബന്ധപ്പെട്ടിരിക്കുന്നു. All members of species are adapted to same niche. ഒരു സ്പീഷീസിലെ എല്ലാ ജീവജാലങ്ങളും ഒരു നിഷിൽ ജീവിക്കാൻ തക്ക വിധത്തിൽ അഡാപ്റ്റേഷൻ ഉള്ളവ ആയിരിക്കും. നോ സ്പീഷീസ് ക്യാൻ ഷെയർ ദ സെയിം നിഷ് ഇൻ ദ സെയിം ഹാബിറ്റാറ്റ്. രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഒരു പർട്ടിക്കുലർ നിഷിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ടു സ്പീഷീസ് ക്യാൻ ഓക്കുപ്പൈ നിഷസ് ദാറ്റ് ആർ വെരി സിമിലർ ടു ഈച്ച് അതർ. ഇനി രണ്ട് സ്പീഷീസ് ഒരു നിഷാണ് ഉപയോഗിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു നിഷിൽ തന്നെയാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് ആ ചുറ്റുപാടിൽ ജീവിക്കാൻ തക്ക വിധത്തിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ അതിനുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. An example of an ecological niche is that the dung beetle. ഒരു എക്കോളജിക്കൽ നിഷിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഡങ് ബീറ്റിൽ എന്നത്. പേര് പറയുന്നത് പോലെ തന്നെ, പേരിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഡങ് ബീറ്റിൽ ഡങ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഡങ് കൺസ്യൂം ചെയ്യുന്ന ഈ ബീറ്റിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് മുട്ടയിടുന്നതിന് വേണ്ടി ഡങ് മാളത്തിൽ അല്ലെങ്കിൽ മാളങ്ങൾ ഉണ്ടാക്കി മാളത്തിൽ സൂക്ഷിക്കുകയും ഈ മാളത്തിൽ ഫീമെയിൽ എഗ് അല്ലെങ്കിൽ ഫീമെയിൽ അതിൻ്റെ എഗ്ഗിനെ നിക്ഷേപിക്കുകയും ചെയ്യും. ദിസ് അലൗസ് ഹാച്ച്ഡ് ലാർവെ ഇമ്മീഡിയറ്റ് ആക്സസ് ടു ഫുഡ്. ഇങ്ങനെ ഡങ് ബീറ്റിൽ ഉണ്ടാക്കുന്ന ഈ ഡങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ചാണകത്തിൻ്റെ ഉരുളയ്ക്കകത്ത് തന്നെയാണ് മുട്ടയിടുന്നത് കൊണ്ട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവയ്ക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം കിട്ടാനുള്ള മാർഗം ഉള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ അതിൻ്റെ മെറ്റമോർഫോസിസ് സ്റ്റേജ് നടക്കുന്നു. ദ ഡങ് ബീറ്റിൽ ഇൻ ടേൺ ഇൻഫ്ലുവൻസ് ദ സറൗണ്ടിങ് എൻവയോൺമെൻറ്റ് ബൈ aerating soil and re-releasing beneficial nutrients. ഇങ്ങനെ ഡങ് ബീറ്റിൽ അതിൻ്റെ ഭക്ഷണമായും അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള
മാർഗമായും ഡങ് ഉപയോഗിക്കുന്നത് കൊണ്ട് ചുറ്റുപാടുമുള്ള സോയിലിന് എയറേഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം ഡങ്ങിൽ നിന്നും ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്യുന്ന പ്രവർത്തനവും ഡങ് ബീറ്റിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ നടത്തുകയും ചെയ്യുന്നു. ദെയർഫോർ ദ ഡങ് ബീറ്റിൽ പെർഫോം എ യുണീക് റോൾ ഇൻ ദ എൻവയോൺമെൻറ്റ്. അങ്ങനെ ഡങ് ബീറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ ഉത്തരവാദിത്വം ഒരു എൻവയോൺമെൻറ്റിൽ, അതിൻ്റെ ചുറ്റുപാടിൽ നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ജീവജാലവും എല്ലാ എൻവയോൺമെൻറ്റിലും അതിൻ്റേതായിട്ടുള്ള ചുറ്റുപാടിൽ അതിൻ്റേതായ കൃത്യമായ റോൾ നിർവഹിക്കുന്നു എന്നതാണ് ഇക്കോളജിക്കൽ നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്കോളജിക്കൽ നിഷിനെ പല തരത്തിൽ ജീവജാലങ്ങളുടെ റോൾ അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഫണ്ടമെൻ്റൽ നിഷ് എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ നിഷ് എന്താണെന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ നിഷ് ഇസ് ദ നിഷ് ദാറ്റ് ആൻ ഓർഗാനിസം വുഡ് ഓക്യുപ്പൈ ദ ആബ്സെൻസ് ഓഫ് കോമ്പറ്റേറ്റേഴ്സ് ആൻഡ് പ്രിഡേറ്റേഴ്സ്. കോമ്പറ്റേഷനും പ്രിഡേറ്റേഷനും ഇല്ലാതെ ഒരു ജീവി അതിൻ്റെ ചുറ്റുപാടിൽ അത് ഭക്ഷണം കണ്ടെത്താനും അതിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും പറ്റിയ സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ചുറ്റുപാടിനെയാണ് ഫണ്ടമെൻ്റൽ നിഷ് എന്ന് പറയുന്നത്. When the fundamental niche of two species overlap, then the two species are said to be competing with one another. ഇനി ഫണ്ടമെൻ്റൽ നിഷിൽ തന്നെ രണ്ട് ജീവജാലങ്ങളുടെ നിഷ് ഓവർലാപ്പ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിന് അടുത്തേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ഒന്ന് മറ്റൊന്നിനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. However, in nature, two species does not overlap or compete for food. എന്നാൽ പ്രകൃതിയിൽ പൂർണ്ണമായിട്ടും നിഷുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല. അതായത് മൈക്രോ കണ്ടീഷനിൽ ഓവർലാപ്പ് ചെയ്യപ്പെടുന്നില്ല. ഈവൻ ഇഫ് ദേ ഈറ്റ് ദ സെയിം ഐറ്റം ഓഫ് ദ സെയിം സൈസ് ആസ് ദേ ക്യാൻ ലുക്ക് ഫോർ ദം ഇൻ ഡിഫറെൻറ്റ് പ്ലേസ്. ഒരേ ഭക്ഷണമാണ്, ഒരേ വലിപ്പത്തിലുള്ള ഭക്ഷണമാണ് രണ്ട് സ്പീഷീസിലുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ അതിൻ്റെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ നിഷ് സ്വാഭാവികമായിട്ടും വ്യത്യാസപ്പെടുന്ന രീതിയിലായിരിക്കും പ്രകൃതിയിൽ ക്രമീകരിച്ചിരിക്കുക. മോസ്റ്റ് വെൽ ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റീസ് ലൈക്ക് കോറൽ റീഫ്, ക്ലൈമാക്സ് ഫോറസ്റ്റ് എക്സെട്ര ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്പീഷീസ് വിത്ത് നോൺ ഓവർലാപ്പിംഗ് നിഷസ്. നമുക്ക് പ്രകൃതിയിൽ കാണാൻ കഴിയുന്ന കോറൽ റീഫ് പോലെയും ക്ലൈമാക്സ് ഫോറസ്റ്റ് പോലെയുമുള്ള കണ്ടീഷനിൽ പുറമേ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ വളരെ അടുത്തടുത്തായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓരോ ജീവജാലത്തിൻ്റെയും ഇക്കോളജിക്കൽ നിഷ് വളരെ ചെറിയ മൈക്രോ ലെവലിൽ ഡിഫറൻ്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ വേർതിരിച്ച് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തത് റിയലൈസ്ഡ് നിഷ് ആണ്. റെഫേർഡ് ടു ആസ് ദ റോൾ ഓഫ് ആൻ ഓർഗാനിസം ആക്ച്വലി പ്ലേസ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ ശരിയായി ഒരു ജീവജാലം പ്രകടിപ്പിക്കുന്ന റോളിനെയാണ് റിയലൈസ്ഡ് നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഹച്ചിൻസൺ ആണ് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് മുന്നോട്ട് വെക്കുന്നത്. ഹച്ചിൻസൺസ് വ്യൂഡ് ദാറ്റ് ദ ഔട്ട്കം ഓഫ് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ വുഡ് ലീഡ് എയ്തർ ടു എക്സ്റ്റിങ്ഷൻ ഓർ ദ ഡെവലപ്മെന്റ് ഓഫ് ഡിഫറൻസസ് അലോയിങ് കോ എക്സിസ്റ്റൻസ്. അതായത് ഒരേ സാഹചര്യത്തിലാണ് രണ്ട് ജീവജാലങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരേ ഹാബിറ്റാറ്റാണ് രണ്ട് സ്പീഷീസ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒന്നിൻ്റെ എക്സ്റ്റൻഷന് ഇടയാക്കും, അല്ലെങ്കിൽ കോ എക്സിസ്റ്റൻസ്, രണ്ടിനും ഒരുമിച്ച് പോകത്തക്ക രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ അതിൻ്റെ ജീവിത രീതിയിൽ വരുത്തിക്കൊണ്ട് ജീവജാലങ്ങൾ, രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾ ഒരേ നിഷിനെ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഹച്ചിൻസന്റെ അഭിപ്രായം. ഇൻ നേച്ചർ the realized niche of an organism is smaller than its fundamental niche. ഫണ്ടമെൻ്റൽ നിഷ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ റിയലൈസ്ഡ് നിഷ് സ്വാഭാവികമായിട്ടും ഇത്രയും കൂടി പ്രിസൈസ്ഡ് ആയിരിക്കും, അല്പം കൂടി ചെറുതായിരിക്കും റിയലൈസ്ഡ് നിഷ് എന്നതാണ് ഹച്ചിൻസന്റെ അഭിപ്രായം. മൂന്നാമത്തത് സ്പേഷ്യൽ ഓർ ഹാബിറ്റാറ്റ് നിഷ്. നിഷ് ഇൻ ടേംസ് ഓഫ് ദ മൈക്രോ ഹാബിറ്റാറ്റ് that a species occupies. It is now called spatial niche. ഒരു ജീവി അതിൻ്റെ ഏറ്റവും ചെറിയ ചുറ്റുപാടിൽ അല്ലെങ്കിൽ മൈക്രോ ഹാബിറ്റാറ്റിൽ കാണപ്പെടുകയാണെങ്കിൽ അവിടെ നിർവഹിക്കുന്ന ആ ജീവജാലത്തിൻ്റെ, ആ സ്പീഷീസിൻ്റെ റോളിനെയാണ്
സ്പേഷ്യൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പേഷ്യൽ ഓർ ഹാബിറ്റാറ്റ് നിഷ് represents the physical space occupied by an organism. സ്പേഷ്യലിസ്റ്റ് നിഷ് എന്നതുകൊണ്ട് അല്പം കൂടി കോൺക്രീറ്റ് ആയിട്ട് പറയാവുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്നത് represents the physical space occupied by an organism. അതായത് അതിൻ്റെ സാന്നിധ്യം കൊണ്ട്, ഒരു ജീവി അതിൻ്റെ സാന്നിധ്യം കൊണ്ട് അത് കാണപ്പെടുന്ന പ്രദേശത്തെയാണ് സ്പേഷ്യൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് നിഷ് എന്ന് പറയുന്നത്. Thus, in a habitat occupied by many species, each species is confined to a micro-habitat. ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു കോറൽ റീഫ് പോലെയോ നമ്മളൊരു വലിയ ഒരു ഹാബിറ്റാറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ജീവിക്കുന്ന ഓരോ സ്പീഷീസിനും പ്രത്യേകമായി മൈക്രോ ഹാബിറ്റാറ്റ് ഉണ്ടാകും. ഏറ്റവും ചെറിയ അത് മാത്രം കാണപ്പെടുന്ന ചുറ്റുപാടുണ്ടാകും. ആ ചുറ്റുപാടിനെയാണ് സ്പേഷ്യൽ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് നിഷ് എന്ന് പറയുന്നത്. ആ ചുറ്റുപാടിൽ അതിനൊരു റോൾ ഉണ്ടായിരിക്കും. നോ ടു സ്പീഷീസ് ക്യാൻ ഓക്യുപ്പൈഡ് ദ സെയിം ഹാബിറ്റാറ്റ്. അതുപോലെയാണ് ഒരു മൈക്രോ ഹാബിറ്റാറ്റിൽ രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾ എന്ത് ചെയ്യപ്പെടുന്നില്ല, ഓക്യുപ്പൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് കാണുക അപ്രായോഗികമാണ്. അടുത്തതായി ട്രോഫിക് നിഷ്. ട്രോപ്പിക് ലെവൽ എന്നതാണ് ഇവിടെ ട്രോപ്പിക് നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാൾസ് എൽട്ടൺ 1927 ട്രോപ്പിക് നിഷ് എന്ന ഐഡിയ കൊണ്ടുവരുന്നത്. ഹു യൂസ് ദ ടേം നിഷ് ആസ് ദ ഫങ്ഷണൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഓർഗാനിസം ഇറ്റ്സ് കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഫങ്ഷണൽ സ്റ്റാറ്റസ്, അത് ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പോൾ നമുക്ക് ഒരു എക്കോളജിക്കൽ വെബ് അല്ലെങ്കിൽ ഫുഡ് വെബ് എടുക്കുകയാണെങ്കിൽ ഫുഡ് വെബിൽ കൺസ്യൂമറുകൾ, പ്രൊഡ്യൂസർ ഉണ്ടാകാം. കൺസ്യൂമറിനെ പലതരത്തിൽ പല ട്രോപ്പിക് ലെവലായിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയും. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി തുടങ്ങിയ കൺസ്യൂമർ ലെവൽ. അപ്പോൾ കൺസ്യൂമർ ലെവലിൽ നമ്മൾ ഹെർബിവോർ ഉണ്ടാകും, കാർണിവോർ ഉണ്ടാകും, ഒംനിവോർ ഉണ്ടാകും. അപ്പോൾ ഓരോ ജീവിയും ഓരോ ട്രോപ്പിക് ലെവലിലാണ് കാണപ്പെടുന്നത്. അപ്പം ഓരോ ട്രോപ്പിക് ലെവലിലും ഓരോ സ്പീഷീസും നിർവഹിക്കുന്ന റോളിനെയാണ് ട്രോപ്പിക് നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഹി ദസ് എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എനർജി റിലേഷൻസ് ആൻഡ് ദസ് ദ കോൺസെപ്റ്റ് ഈസ് ഡിസൈൻഡ് ആസ് ട്രോപ്പിക് നിഷ്. ട്രോപ്പിക് നിഷിൽ പ്രധാനമായിട്ടും എനർജി റിലേഷൻസ് വെച്ചാണ് ട്രോപ്പിക് ലെവൽ നമ്മൾ അളക്കുന്നത് കൊണ്ട് എനർജി റിലേഷൻഷിപ്പും ഈ നിഷിൽ പ്രാധാന്യമുള്ള ഒന്നാണ്. ട്രോപ്പിക് നിഷ് ഈസ് കൺസേൺ വിത്ത് ദ ട്രോപ്പിക് പൊസിഷൻ ഓഫ് ആൻ ഓർഗാനിസം. ട്രോപ്പിക് നിഷ് പ്രധാനമായിട്ടും മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ട്രോപ്പിക് ലെവലിൽ ഒരു ജീവജാലത്തിൻ്റെ പൊസിഷനാണ് ട്രോപ്പിക് നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മൾട്ടി ഡയമെൻഷണൽ ഓർ ഹൈപ്പർ വോളിയം നിഷ്. ഇൻ 1957, G.E. Hutchinson suggested that niche could be visualized as the multi-dimensional space or hypervolume. അതായത് ഒരു സ്പീഷീസിന് അതിൻ്റെ ചുറ്റുപാട് ദീർഘനാൾ ആ ചുറ്റുപാടിൽ, ആ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയാണെങ്കിൽ ആ സ്പേസിനെ അല്ലെങ്കിൽ ആ ഹാബിറ്റാറ്റിനെയാണ് മൾട്ടി ഡയമെൻഷണൽ ഓർ ഹൈപ്പർ വോളിയം നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്പീഷീസ് നിഷ് എന്നതാണ്. സ്പീഷീസ് എക്കോളജിക്കൽ നിഷ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഞ്ച് ഓഫ് റിസോഴ്സസ് ആൻഡ് കണ്ടീഷൻസ് അലൗയിങ് ദ സ്പീഷീസ് ടു മെയിൻറ്റെയിൻ എ വയബിൾ പോപ്പുലേഷൻ. അതായത് ഒരു സ്പീഷീസിന് അതിൻ്റെ പോപ്പുലേഷൻ, അതായത് അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ എണ്ണത്തിൽ വർധനവ് വരുത്തിക്കൊണ്ട് അതിൻ്റെ വംശം നിലനിന്ന് പോകത്തക്ക രീതിയിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഉള്ള കണ്ടീഷനെയാണ് സ്പീഷീസ് നിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിയററ്റിക്കലി, ഇഫ് നോ സ്പീഷീസ് ഹാവ് ദ സെയിം നിഷ്, വൺ സ്പീഷീസ് എക്സ്ക്ലൂഡ് ദി അനദർ. സ്വാഭാവികമായിട്ടും രണ്ട് സ്പീഷീസ് ഒരേ നിഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കരുത്തനായ അല്ലെങ്കിൽ ശക്തനായ സ്പീഷീസ് മറ്റുള്ളതിനെ അല്ലെങ്കിൽ അതേ നിഷ് ഉപയോഗിക്കുന്ന മറ്റു ജീവജാലത്തെ സ്വാഭാവികമായിട്ടും പുറത്താക്കാൻ ശ്രമിക്കും. ഇത് വൈൽഡ് ഡോഗും ഹൈനയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഹൈന വളരെ ശക്തനായ അല്ലെങ്കിൽ തന്ത്രശാലിയായ ഒരു കാർണിവോറാണ്. അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വേട്ടയാടുന്ന വൈൽഡ് ഡോഗ് ഹൈനയെ പോലെ തന്ത്രശാലിയായ
ഒരു വേട്ടക്കാരനെ അല്ലെങ്കിൽ കാർണിവോറിനെ ഒഴിവാക്കുന്നതാണ് ഒരേ നിഷിൽ വരുമ്പോൾ കാണാൻ സാധിക്കുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. The consequence is that the niche of coexisting species must differ. ഇനി ഒരേ എക്കോളജിക്കൽ നിഷാണ് രണ്ട് സ്പീഷീസ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കോ എക്സിസ്റ്റൻസ് നടക്കുമ്പോൾ അവയുടെ സിമിലാരിറ്റി, അതായത് സിമിലർ മോർഫോളജിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ഇക്കോളജിക്കലായിട്ട് ഉപയോഗിക്കുന്ന റിസോഴ്സ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുക തന്നെ വേണം. നിഷസ് ഓഫ് കോ എക്സിസ്റ്റിംഗ് സ്പീഷീസ് ക്യാൻ സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ. ഒരേ നിഷ് ഉപയോഗിക്കുന്ന രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾ ഉണ്ടെങ്കിൽ അവ ക്യാൻ ബി സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ. ഒരേ റിസോഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിലും രണ്ടും വ്യത്യസ്ത രൂപത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ജീവജാലങ്ങൾ തന്നെയായിരിക്കും. ഇവിടെ ജിറാഫും വിൽഡ് ബീസ്റ്റിൻ്റെയും പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്ന ഒരേ എക്കോളജിക്കൽ നിഷിലാണ് കാണപ്പെടുന്നത്. പക്ഷേ ഈ ഗ്രാസ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന വിൽഡ് ബീസ്റ്റും അല്പം കൂടി ഉയർന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഹർബിനെയും ഷർബിനെയും ഉപയോഗിക്കുന്ന ജിറാഫും ഒരേ നിഷാണ് ഉപയോഗിക്കുന്നത്. അതൊരു കോ എക്സിസ്റ്റിങ്ങിന് ഉദാഹരണമാണ്. സച്ച് നിഷ് പാർട്ടീഷനിങ് ഹാസ് ബീൻ ഷോൺ ഇൻ മെനി അക്വാട്ടിക് എക്കോസിസ്റ്റംസ്. അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിൽ ഇത്തരത്തിലുള്ള കോ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ നിഷ് പാർട്ടീഷനിങ് നമുക്ക് കാണാൻ കഴിയും. ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു പോണ്ട് എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട് റിസോഴ്സ് പാർട്ടീഷൻ നടത്തുന്ന ജീവജാലങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പം ഈ ഒരൊറ്റ റിസോഴ്സിനെയാണ് ഇത്രയും ബേർഡ്സ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫുഡായിട്ട് അല്ലെങ്കിൽ നിഷായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മോർഫോളജിക്കലി അത് സിമിലർ ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ നിഷിൻ്റെ മൈക്രോ ഹാബിറ്റാറ്റും അതിൻ്റെ വ്യത്യാസമായിരിക്കും. ഇനി ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Ecologists use the concept of ecological niche to help understand how communities relate to environmental conditions. ഇക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഹൗ കമ്മ്യൂണിറ്റീസ് റിലേറ്റ് ടു എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, എങ്ങനെയാണ് ജീവജാലങ്ങൾ ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത് എന്ന് കണ്ടെത്തുന്നതിനും ഫിറ്റ്നസ്, ട്രേഡ്, എവല്യൂഷൻ ആൻഡ് പ്രെഡേറ്റർ പ്രേ ഇൻ്ററാക്ഷൻസ് ഇൻ കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നും അവയ്ക്ക് എവല്യൂഷൻ എങ്ങനെയാണ് സംഭവിച്ചതെന്നും പ്രെഡേറ്റർ റിലേഷൻഷിപ്പ് തുടങ്ങിയവയൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് ഇക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇക്കോളജിയിൽ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇക്കോളജിക്കൽ നിഷ് അലോ സ്പീഷീസ് ടു എക്സിസ്റ്റ് ഇൻ ദെയർ എൻവയോൺമെൻറ്റ്. ഇക്കോളജിക്കൽ നിഷ് ഉള്ളത് കൊണ്ട് സ്പീഷീസിന് അതിൻ്റെതായ ഓരോ ജീവജാലവും അതിന് ജീവിക്കാൻ പറ്റിയ ചുറ്റുപാടുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ അവയുടെ ചുറ്റുപാടുകൾ അതേ ചുറ്റുപാടിൽ തുടർന്ന് നിലനിന്നു പോകാൻ അതിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അണ്ടർ ദ റൈറ്റ് കണ്ടീഷൻസ് ദ സ്പീഷീസ് വിൽ ത്രൈവ് ആൻഡ് പ്ലേ എ യുണീക്ക് റോൾ. അങ്ങനെ ഓരോ ജീവജാലവും അത് തിരഞ്ഞെടുക്കുന്ന എൻവയോൺമെൻറ്റ്, ആ എൻവയോൺമെൻറ്റിൽ അതിന് മുന്നോട്ട് ത്രൈവ് ചെയ്യാൻ, അതായത് മുന്നോട്ട് നിലനിന്ന് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളിടത്തോളം കാലം ആ എൻവയോൺമെൻറ്റിൽ അത്തരം ജീവജാലങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ റോളുകളും നിർവഹിക്കാനായിട്ട് കഴിയും. വിത്തൗട്ട് ദ എക്കോളജിക്കൽ നിഷ് there would be less biodiversity and the ecosystem would not be in balance. ഇവിടെ പ്രധാനമായിട്ടും 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹണീബി നടത്തുന്ന അല്ലെങ്കിൽ ഹണീബിയുടെ റോൾ എന്താണെന്ന് നമുക്കറിയാം. ലോകത്തിൽ ഹണീബി ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭൂമിയിൽ ഹണീബി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിന് അല്ലെങ്കിൽ 3-4 മാസത്തിനകത്ത് പൂർണ്ണമായിട്ടും സസ്യജാലങ്ങൾ പിന്നീട് പുനർജനിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാതിരുന്നാൽ വിത്തിൻ ഇയേഴ്സ് പൂർണ്ണമായിട്ടും പ്ലാന്റിൻ്റെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഭൂമിയിൽ എല്ലായിടത്തും കൊളാപ്സായി പോകും. അതാണ് ഹണീബി എന്ന് പറയുന്ന ചെറിയ ജീവി ഭൂമിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ നിർവഹിക്കുന്ന റോൾ എന്ന് പറയുന്നത്. അതുപോലെ ഹണീബി ആയാലും കൊള്ളാം, ബട്ടർഫ്ലൈസ് ആയാലും കൊള്ളാം, അതുപോലെ ഇത്തരത്തിലുള്ള ഹമ്മിങ് ബേർഡ് പോലെയുള്ള ചെറിയ ബേർഡ്സിൻ്റെയൊക്കെ റോൾ യുണീക്കായിട്ടുള്ള റോളാണ്. അപ്പം ഇത്തരത്തിൽ ഓരോ ഹാബിറ്റാറ്റിലും അത്തരം ജീവജാലങ്ങൾ ജീവിക്കുന്നു. ആ ഹാബിറ്റാറ്റിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റോള് പൂർണ്ണമായിട്ടും അതിന് നിർവഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എക്കോസിസ്റ്റത്തിന് ചേഞ്ച് ഉണ്ടാകാം. ആ ഹാബിറ്റാറ്റ് ഉപേക്ഷിച്ച് ജീവജാലങ്ങൾ പോകേണ്ടതായിട്ട് വരും. അങ്ങനെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് തന്നെ ഇല്ലാതാക്കാൻ
ഇത്തരം നിഷിൻ്റെ ചേഞ്ചസ് ഇടയാക്കും. വിത്തൗട്ട് ദ ഇക്കോളജിക്കൽ നിഷ് ദർ വുഡ് ബി ലെസ് ബയോഡൈവേഴ്സിറ്റി. ഇക്കോളജിക്കൽ നിഷ് ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റിയ ചുറ്റുപാടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം ജീവജാലങ്ങൾക്ക് അവയ്ക്ക് നിർവഹിക്കാൻ പറ്റുന്ന റോൾ നിർവഹിക്കാൻ പറ്റാതെ വരികയും ബയോഡൈവേഴ്സിറ്റി കുറയുകയും അല്ലെങ്കിൽ ഇല്ലാതാവുകയും ചെയ്യും. ആൻഡ് ദ എക്കോസിസ്റ്റം വുഡ് നോട്ട് ബി ഇൻ ബാലൻസ്. എക്കോസിസ്റ്റം പൂർണ്ണമായിട്ടും ഇംബാലൻസ് ആയി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് വളരെ പരിചിതമായ ഒരു ക്ലാസ്സാണ്. നിങ്ങൾ ഡിഗ്രി തലത്തിൽ ഇക്കോളജിക്കൽ നിഷ് പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, പരീക്ഷയ്ക്ക് വരാൻ പറ്റുന്ന ഒരു ചോദ്യം പറയുന്നത് ക്ലാസിഫൈ ഇക്കോളജിക്കൽ നിഷ് എന്നുള്ളതാണ്. ഇക്കോളജിക്കൽ നിഷിനെ ഏതൊക്കെ തരത്തിൽ, ഫണ്ടമെൻ്റൽ, സ്പീഷീസ്, മൾട്ടി ഡയമെൻഷണൽ, ഹൈപ്പർ വോളിയം തുടങ്ങിയ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ചോദ്യവും അത് തന്നെയായിരിക്കും. 4 മാർക്ക് ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിൽ വരാൻ സാധ്യതയുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.